ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് സന്തോഷ വാർത്ത തന്നെയാണ്, ഹാപ്പി ന്യൂസ് അപ്ഡേറ്റുകളാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം, കോളേജ് വിദ്യാർത്ഥികൾ, അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി കോളേജിലേക്ക് പോകുവാണ്. നിങ്ങളെ സംബന്ധിക്കുന്നത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ട്രെൻഡ് തന്നെ മാറുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ആ പ്രോഗ്രാം മുതൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഈ നിരവധി ഓപ്ഷൻസ് വരുമ്പോഴും പല വിദ്യാർത്ഥികളുടെയും വലിയൊരു പ്രയാസമായിരുന്നു പല കോളേജുകളിലെയും വലിയ വലിയ ഫീസ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഏറ്റവും പുതിയ നയം, അതായത് ഡിഗ്രി കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സീറ്റിൽ സൗജന്യമാക്കിക്കൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് തന്നെ ലഭ്യമാക്കുന്നു എന്ന വലിയ പ്രഖ്യാപനമാണ്. അപ്പോൾ അത് എന്തായാലും മറ്റ് കോളേജുകാർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് ആയിട്ടുള്ള കോളേജുകൾ, അവിടെയും ചെറിയൊരു കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്, അതായത് വിദ്യാഭ്യാസ മേഖലയിലെ ഈ സാർവത്രികമായിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഈ ഏറ്റവും വലിയൊരു നിങ്ങളെ സംബന്ധിച്ചൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യം, ഇനി അടുത്ത അധ്യയന വർഷത്തിൽ ഒരുപാട് സ്കോളർഷിപ്പുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ സ്കോളർഷിപ്പുകളെ എല്ലാം കേന്ദ്രീകൃതമായിട്ട് അറിയാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏറ്റവും പുതിയൊരു ആപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അവിടെ മറ്റ് എല്ലാവിധ സേവനങ്ങളും ലഭിക്കുന്നതിനോടൊപ്പം സ്കോളർഷിപ്പിന്റെ അപ്ഡേറ്റുകളും ഒരൊറ്റ കേന്ദ്രീകൃതമായിട്ട് തന്നെ കിട്ടും. ഒരുപാട് പോർട്ടലുകൾ ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും ആ ആപ്പുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും നമ്മൾ വരുന്ന വീഡിയോയിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വന്ന ഒരു ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം, പക്ഷേ ടെക്സ്റ്റുകൾ വന്നാൽ മാത്രമാണ് ഇത് സത്യമാണോ അല്ല എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഈ ടെക്സ്റ്റ് മാറ്റം, അതായത് +1 +2 പുതിയ അധ്യയന വർഷത്തിൽ ടെക്സ്റ്റ് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രാബല്യത്തിൽ വരുന്നത് 2027-28 അധ്യയന വർഷം മുതലാണ് എന്ന രീതിയിലാണ് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അതിനർത്ഥം 2026-27 അടുത്ത വർഷം +1 പഠിക്കാൻ പോകുന്ന ഇപ്പോൾ SSLC പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു പക്ഷേ ബാധകമായിരിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും കണ്ടു തന്നെ അറിയണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കും സന്തോഷിക്കാൻ വകയുണ്ട്. ഇത്തവണത്തെ അതേ സിലബസ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ മെറ്റീരിയൽസും അല്ലെങ്കിൽ സിലബസ് മാറ്റത്തിന്റെ ഒരു ആശങ്കയും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് +1ഉം +2ഉം പഠിക്കുക എന്നുള്ളതാണ്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് തൽക്കാലം നിർത്തുന്നു.